കേസും നോക്കേണ്ടത് സുപ്രീം കോടതിയുടെ ഇന്ന ആൾക്കാർ തമ്മിലുള്ള കേസുകൾ തമ്മിലുള്ള വിധിയാണ് നോക്കേണ്ടത് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളാകെ ഒരു ആശയക്കുഴപ്പത്തിലാവും. അപ്പം ഇന്നത്തെ ഈ ക്ലാസ് അത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം എങ്ങനെ നമുക്ക് ഒഴിവാക്കാം. ഒരു പ്രശ്നം സെക്ഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സെക്ഷനിലെ റവന്യൂ അധികാരി എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമുക്കെങ്ങനെ അതിനെ നിയമപരമായി ടാക്കിൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിച്ചത്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാകുമ്പോൾ അത് സപ്ലൈ കോഡ് നോക്കിയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സപ്ലൈ കോഡ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് മുമ്പ് എന്തായാലും നമ്മൾ നോക്കും കണ്ടീഷൻസ് ഓഫ് സപ്ലൈ. അപ്പോൾ അത് നോക്കണമെന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എവിടെയെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് വൈദ്യുതി നിയമം 2003 എന്ന് പറയുന്നത്. ഈ വൈദ്യുതി നിയമം 2003 തന്നെ 50ാമത്തെ വകുപ്പിൽ ആണ് ഇങ്ങനൊരു കോഡ് വേണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത്. പക്ഷെ അത് തന്നെ 2003 2007 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതാണ്. അതായത് വൈദ്യുതി നിയമം. ഇനി വൈദ്യുതി നിയമം എങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ അതൊരു കേന്ദ്ര നിയമമാണ്. അതെങ്ങനെ ഉണ്ടായി? അപ്പോൾ ഒരു നിയമം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു സംശയം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ നമുക്കറിയാം നിയമം യൂണിയൻ്റെ നിയമം, സെൻട്രൽ ലിസ്റ്റിലെ നിയമവും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാക്കുന്ന നിയമം, രണ്ട് പേർക്കും നിയമം ഉണ്ടാക്കാൻ പറ്റും, പാസ്സാക്കാൻ പറ്റും. ബില്ല് പാസ്സായി അത് നിയമമായിട്ട് വരും. അത് ഏത് വിഷയങ്ങളിലാണ് എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ക്ലാസ്സിന് പോയവർക്ക് അറിയാവുന്ന കാര്യമേ ഉള്ളായിരിക്കും. അപ്പോൾ അതിനകത്ത് 2 ലിസ്റ്റുണ്ട്. സെൻട്രൽ ലിസ്റ്റും ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ട്, 3ാമത്തെ ലിസ്റ്റുണ്ട്. അതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ വിഷയവും രാജ്യസുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് കേന്ദ്ര ലിസ്റ്റിലായിരിക്കും, കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് സംസ്ഥാന ലിസ്റ്റിലായിരിക്കും കിടക്കുന്നത്. ഈ 2 പേർക്കും നിയമം ഉണ്ടാക്കാവുന്ന ഒരു ലിസ്റ്റുണ്ട്. അതിനെയാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 3 ലിസ്റ്റുകൾ ഇവിടെ ഉണ്ട്, ഭരണഘടനയിൽ കിടപ്പുണ്ട്. അതിനകത്ത് നമ്മുടെ വിഷയം ഏത് ലിസ്റ്റിൽ കിടക്കുന്നു എന്ന് നമ്മൾ നോക്കുമ്പം അത് എവിടെയാണ് കിടക്കുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് ഈ ഇലക്ട്രിസിറ്റി കിടക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ നിയമം ഉണ്ടാക്കാം? നമുക്കും നിയമം ഉണ്ടാക്കാം, സംസ്ഥാനത്തിന് നിയമം ഉണ്ടാക്കാം, കേന്ദ്രത്തിനും നിയമം ഉണ്ടാക്കാം. എന്നാൽ കേന്ദ്രം ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമത്തിനെ ഉണ്ടാക്കുന്ന നിയമം കവച്ചു വയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ പാടില്ല. അതിനെ എതിർക്കുന്നത് അതിൻ്റെ വിപരീതമാകാൻ പാടില്ല. സംസ്ഥാനം ഉണ്ടാക്കുന്ന നിയമം കേന്ദ്രമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ഇൻകൺസിസ്റ്റൻ്റ് ആകാൻ പാടില്ല. ഇതാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കേന്ദ്രം പാസ്സാക്കിയ നിയമമാണ് സമാവർത്തി പട്ടികയിലുള്ള ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട നിയമം. അതാണ് ഏത് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള നിയമം. അതാണ്. നേരത്തെ ഒരുപാട് നിയമം ഉണ്ടായിരുന്നു, അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഏത് വിഷയത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കണമെന്ന് കൃത്യമായി ഭരണഘടന വിഭാവനം ചെയ്തിട്ടുണ്ട്. അറിയും. കൺകറന്റ് ലിസ്റ്റ് 2 പേർക്കും നിയമം ഉണ്ടാക്കാം, സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും. അങ്ങനെയുള്ള ലിസ്റ്റിൽ പെട്ട വിഷയമാണ് നമ്മുടെ വൈദ്യുതി എന്നുള്ളതുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ നിലവിലുള്ള നിയമം കേന്ദ്ര നിയമമാണ്. സംസ്ഥാനങ്ങളുടെ നിയമം വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്, പക്ഷെ അത് ഇൻകൺസിസ്റ്റൻ്റ് ആകാൻ പറ്റത്തില്ലെന്നുള്ളത് കൊണ്ട് അതിനകത്ത് പ്രസക്തി തൽക്കാലം. ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഒരു വിഷയത്തിന് നിയമമായിരിക്കുന്നു. ആ നിയമമാണ് വൈദ്യുതി നിയമം 2003. ആ നിയമത്തിൻ്റെ 2007 ഭേദഗതിയിൽ 50ാമതൊരു വ്യവസ്ഥ വന്നിരിക്കുന്നു. ആ 50ാമത്തെ വകുപ്പിലാണ് കൃത്യമായിട്ട് എന്തിനെക്കുറിച്ച് പറയുന്നത്? സപ്ലൈ കോഡ് ഉണ്ടാക്കണം. അത് ആരുണ്ടാക്കണം? സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ അതുണ്ടാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കാർക്ക് ഇലക്ട്രിസിറ്റിയുടെ ചാർജ് നമ്മൾ റിക്കവർ ചെയ്യുന്നതിനെ കുറിച്ച് അതിനകത്ത് പരാമർശിക്കണം. അത് എത്ര പീരീഡിലാണ് ആ ചാർജ് നമ്മൾ വാങ്ങിക്കേണ്ടത് എന്ന്
അത് അടച്ചില്ല എങ്കിൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച്, ആ റീകണക്ഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച്, ഏതിനെയൊക്കെ ഒഴിവാക്കുന്നതിനുള്ള മെഷേഴ്സ് അതിനകത്ത് വേണം. ടാമ്പറിങ്, ഡിസ്ട്രസ് തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനെ കുറിച്ച് നടപടി വേണം. അതേപോലെ തന്നെ ലൈസൻസി ചുമതലപ്പെടുത്തിയ ആൾക്കാർക്ക് ഒരു പ്രിമിസസിൽ കയറാനുള്ള ഇത്, ഈ ഡിസ്കണക്ട് ചെയ്യാനുള്ള അധികാരം, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നിയമം, ഒരു കോഡ് ഉണ്ടാക്കണമെന്ന് വൈദ്യുതി നിയമത്തിൻ്റെ 50ാമത്തെ വകുപ്പിൽ സെക്ഷൻ 50 ഓഫ് ദി ഇലക്ട്രിസിറ്റി ആക്ട് 2003 സപ്ലൈ കോഡ് എന്ന് പറയുന്ന കോഡ് റെഗുലേറ്ററി കമ്മീഷൻ സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ടാക്കണമെന്ന് നിഷ്കർഷിച്ചു. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഈ കോഡ് വന്നത്. ഇത് എന്നൊക്കെ വന്നു? 2014 ഇപ്പം പുതുതായിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോഡ് ഇപ്പോഴും ഉള്ളത് 2014 സപ്ലൈ കോഡാണ്. അതിനകത്ത് അങ്ങനെ തന്നെ നിൽക്കുവാണ്. 2014 ഏപ്രിൽ മാസം 1-ാം തീയതി നിലവിൽ വന്ന ഈ സപ്ലൈ കോഡ് അങ്ങനെ തന്നെ നിൽക്കുവാണ്. അല്ലേ? അങ്ങനെ നിൽക്കുവല്ല. അതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. 2015 മാറ്റം വന്നു, ഒരു ഭേദഗതി. 2016 ഭേദഗതി വന്നു. 2017 ഭേദഗതി വന്നു. 2020 ഭേദഗതി വന്നു. 2024 ഇപ്പോൾ ഭേദഗതി വന്നു. അങ്ങനെ 5 ഭേദഗതികൾ ഇതിനകത്ത് വന്നു. അതേപോലെ തന്നെ വിവിധ ഈ ഡിഫിക്കൽട്ടീസ് റിമൂവ് ചെയ്യാനുള്ള സർക്കുലറുകളും ഈ റെഗുലേറ്ററി കമ്മീഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഓഫീസ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 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 ഡൗട്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിൽ നേരത്തെ ചെയ്തവരുടെ സഹായം തേടുന്നു. അങ്ങനെയല്ല വേണ്ടതെന്നും നമുക്ക് കൃത്യമായിട്ട് എവിടെ നോക്കണമെന്ന് അറിയാനും ഉള്ള ഒരു ഇത് ഓഫീസർമാർക്ക് അല്ലെങ്കിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടായാൽ മാത്രമേ കൃത്യമായ കാര്യമാണ് നമ്മൾ ചെയ്തതെന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ്. അപ്പം ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ ആയിട്ടില്ല. എന്തോ ചോദ്യം? ഒരു സംശയം വന്നു. ഇപ്പോൾ സീമയ്ക്ക് ഒരു സംശയം വന്നു. അപ്പോൾ ഇതിനകത്ത് ഏത് നോക്കും? ഒരാൾ പറയുന്നു സപ്ലൈ കോഡിൽ നോക്കാൻ, ഒരാൾ പറയുന്നു ആക്ടിൽ നോക്കാൻ, ഒരാൾ പറയുന്നു കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ നോക്കാൻ. ഏതി നോക്കും? സപ്ലൈ കോഡിൽ നോക്കും. എത്ര പേരുണ്ട്? ഒരു സംശയം വന്നു. സപ്ലൈ കോഡാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ജയകുമാർ സപ്ലൈ കോഡ്, മധു സപ്ലൈ കോഡ്.